ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ അത് ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് രാവിലെ വെച്ചിട്ട് രാവിലെ എടുത്ത് നമ്മൾ കുക്കറിലിട്ടു, ഉപ്പൊക്കെ ഇട്ടു, മഞ്ഞളിട്ട് അങ്ങനെ ഒരു വിസിൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നല്ല സൂപ്പറായിട്ടൊരു 12-13 ഒരു 4-5 വിസിൽ വലുതായിട്ട് അടുപ്പിച്ച് പോയിട്ട് പിന്നെ ബാക്കിയുള്ള വിസിലൊക്കെ വളരെ ചെറിയ വിസിൽ കൊടുക്കുക. ഒരു 12-10 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല നല്ല വെണ്ണ പോലെ കിട്ടും ഈ കടല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി അരയ്ക്കണം. അതേപോലെ പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. അതേപോലെ തേങ്ങാക്കൊത്ത്, അത് വറവിനുള്ളതാണ് തേങ്ങാക്കൊത്ത്. പിന്നെ നമ്മളിതാ എണ്ണ ഒഴിച്ചു. ആദ്യം വറുത്തെടുക്കാനുള്ളതല്ല ഞാനിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മൂഡനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. കടുകൊക്കെ ഇട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ തേങ്ങാക്കൊത്തിടുകയാണ്. തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ കടലക്കകത്ത് നിന്ന് തേങ്ങാക്കൊത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലേക്കാളും. അതിന് പ്രത്യേക ടേസ്റ്റാട്ടോ. അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറമുളകൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ വറുത്ത് കോരി ഇങ്ങെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇടും. ചെറിയുള്ളി ഞാൻ കീറുമൊന്നുമില്ല, പൊട്ടിക്കാതെ തന്നെ ഞാൻ അങ്ങനെ ഇടും. അത് സവാള ഇടും, പച്ചമുളക് ഇടും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും ആ എണ്ണയിൽ. ഓക്കെ, അതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി, ഞാൻ മുളക് പൊടി ഇടാറില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്കിടാം. മുളക് പൊടി ഇടാം. പിന്നെ ഗരം മസാലപ്പൊടി, അത് ഞാനിവിടെ പൊടിച്ചത് തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അല്ലാതെ കമ്പനിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിടാം. ഓക്കെ, അതിന് ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ പിന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൂട്ടി അത് അടിപൊളിയാക്കി നമുക്ക് നന്നായിട്ട് നല്ല പരുവത്തിന് നമുക്ക് എത്രമാത്രം വെള്ളം ലൂസായിട്ട് വേണോ, അല്ലെങ്കിൽ കുറച്ച് കുഴമ്പം പരുവം വേണോ, അല്ലെങ്കിൽ ചിലർ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ എടുക്കും. ഞാൻ ഒരു കുഴമ്പം പരുവത്തിന് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു. പിന്നെ അവസാനം കുറച്ച് മല്ലിയില ഇടണമെന്നൊന്നുമില്ല. മല്ലിയില ഇട്ടതിന് വേറൊരു ടേസ്റ്റാണ്. ഞാൻ മല്ലിയില ഇന്ന് മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കടലക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കടലക്കറിയാണ്. അപ്പം ഞാൻ പിന്നെ അത് ചപ്പാത്തിയുടെ വേണമെങ്കിൽ ഈ കടലക്കറി കഴിക്കാം. അതുപോലെ ഗോതമ്പ് ദോശയുടെ കൂടെ വേണമെങ്കിലോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയും നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പം ബൈ.